ചേർത്തോളം ആദരിക്കപ്പെടുന്ന മാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആളുകളുടെ വിയോഗം പല മഹാന്മാരെയും സ്മരിക്കുന്ന ഒരു മാസം എന്നുള്ള രീതിയിൽ ഈ റബീഉൽ ആഖിർ വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവനയാണ് നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാന്മാരായ പല ആളുകളും റബ്ബിലേക്ക് മടങ്ങിയത് റബീഉൽ ആഖിറിലാണ്. പല വസന്തങ്ങളും പല പുഷ്പങ്ങളും കൊഴിഞ്ഞു വീണത് ഈ റബീഉൽ ആഖിറിലാണ്. റബീഉൽ അവ്വൽ അവസാനത്തെ വസന്തത്തിലാണ് അവരൊക്കെ അടർന്നു വീണത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ മഹാനായ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ഷെയ്ഖൈനികൾ, സമസ്തയുടെ ഷെയ്ഖൈനി എന്ന് പറയാൻ പറ്റുന്ന പ്രമുഖന്മാരായ പണ്ഡിതന്മാർ, തുല്യതയില്ലാത്ത രണ്ട് പണ്ഡിതന്മാർ നമ്മളോട് വിട പറഞ്ഞത് ഈ മാസത്തിലാണ്. ഈ മാസം ഇതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഓർക്കുന്ന ഒരു മാസമായി, അവരെ അനുസ്മരിക്കുന്ന ഒരു മാസമായി നമ്മൾ ഈ മാസം ആചരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി. അല്ലാഹുവാണ് വിശ്വാസികളുടെ സംരക്ഷകൻ. അവൻ അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഈ വചനം, ഖുർആന്റെ ഈ വചനം ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു പണി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പ്രവാചകന്മാർ അതിനു വേണ്ടിയാണ് നിയോഗിച്ചത്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ. വെളിച്ചം ഒന്നാണ്, ഇരുളുകൾ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഇരുളടഞ്ഞ പല വിഷയങ്ങളും അതിൽ നിന്നൊക്കെ മോചനം നേടാൻ വെളിച്ചത്തിലേക്ക് വരാൻ പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചു. ആ പ്രവാചകന്മാരുടെ പിൻതലമുറയായി ഔലിയാക്കൾ വന്നു, പണ്ഡിതന്മാർ വന്നു. അതേ ദൗത്യമാണ് അവർ നിർവഹിച്ചത്. ഈ പണ്ഡിതന്മാർ നിർവഹിച്ചത് പ്രവാചകന്മാരുടെ ദൗത്യമാണ്. പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൗത്യ നിർവഹണം നടത്തി. വയുഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹിം എന്നൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ആത്മസംസ്കരണം ഉണ്ടാക്കാനുമാണ് ഇവരൊക്കെ ഈ രാജ്യത്ത് വന്ന് പ്രയത്നിച്ചത്. അള്ളാഹുലേക്ക് പോകുമ്പോൾ സ്വർഗത്തിന്റെ ഉടമകളാക്കി കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടത്. നമുക്കറിയാവുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരും ഔലിയാക്കളും ഒക്കെ അതേ നാട്ടിൽ അതേ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചത്. എന്നാൽ ചില ഔലിയാക്കൾ, പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവൻ ഒരു പ്രത്യേകമായ രീതിയാണ് ആളുകളെ തസ്കിയത്ത് നടത്തുക. വളരെയേറെ ജനങ്ങൾ ആകർഷിക്കുന്ന പ്രഭാഷണം നടത്തി ആളുകളെ ഇസ്ലാമിലേക്ക് വളരെയധികം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മഹാന്റെ പ്രഭാഷണം കൊണ്ടാണ്. വലിയ പ്രഭാഷകനായിരുന്നു. അതാണെങ്കിലോ ആയിരക്കണക്കിന് ആളുകൾക്ക് കേൾക്കാൻ മാത്രം വലിയ രീതിയിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്ന് ചരിത്രങ്ങൾ കാണാവുന്നതാണ്. അവർ ചെയ്തത് ഈ ദഅവത്താണ്. എന്നാലോ ചില പണ്ഡിതന്മാർ, എന്നാലോ ചില ഔലിയാക്കൾ അവർ മലകളിലും പർവ്വതങ്ങളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ആരാധന ചെയ്യുന്നവരായി അങ്ങനെ പോവാൻ. ചില ആളുകൾ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്, അവർക്ക് എപ്പോഴും ഖുർആൻ ഓതലാണ്. ചില പണ്ഡിതന്മാരും ഔലിയാക്കളും ഒക്കെ ചില ആളുകൾ വെറും നമസ്കാരത്തിലാണ്, ചില ആളുകൾ നോമ്പിലാണ്. ഇങ്ങനെ ജീവിക്കുന്ന പല രീതിയിലും ജീവിതം മുന്നോട്ട് നയിച്ചവരാണ് അവർ. ദഅവത്ത് നടത്തിയിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ അവരെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാം പുലുകിയത്. ഒരു വലിയ പ്രഭാഷകനാവണമെന്നില്ല. ആ മഹാനുഭാവന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഒരിക്കൽ പോലും മിണ്ടണം ഒന്നുപോലുമില്ല. അവരെ പിന്നാലെ നടന്നുകൊണ്ടാണ് പലരും ഇസ്ലാമിലേക്ക് വരുന്നത്, ഇസ്ലാം ആകർഷിക്കുന്നത്. ഈ ഒരു രീതിയിൽ മഹാന്മാരായ ഔലിയാക്കൾ ഒരു വലിയ പ്രബോധനമാണ് ദീനി രംഗത്ത് നടത്തിയത് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ചില ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് അരോചകമായി തോന്നുന്ന ചില പ്രവൃത്തികൾ ഉണ്ടാവാറുണ്ട്. ഇതും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ തൽസംബന്ധമായി പല രീതിയിലും പല വ്യാഖ്യാനങ്ങളും നമുക്ക് കാണാം. ചുരുക്കത്തിൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ പ്രബോധകനായിരുന്നു. എന്നാൽ ചില ഔലിയാക്കന്മാർ അവർ പല രീതിയിലും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ, പല രീതിയിലും പല സംസാരങ്ങൾ വരുമ്പോൾ ആ സംസാരങ്ങളൊക്കെ ഒരുപക്ഷെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. ചില ആളുകൾ പറഞ്ഞു, മൻസൂർ ഹല്ലാജിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു അനൽ ഹഖ് എന്ന് പറഞ്ഞു, അനൽ ഹഖ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മയ്യിത്തിനൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ എഴുന്നേൽപ്പിക്കുമ്പോൾ കുൽബി ഇതിനി എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽപ്പിച്ചത്. മഹാനായ ഈസാ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം കുംബി ഇതിനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹയാത്താക്കിയിരുന്നതെന്ന് കാണാവുന്നത്. നേരെ മറിച്ച്
ഹല്ലാജ് റഹ്മഹുല്ലാ ഖും ബിഇദ്നി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചില ആളുകളുടെ സംസാരങ്ങൾ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ചില ആളുകൾ പറഞ്ഞു ഖും ബിഇദ്നി എന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹു അല്ലേ അങ്ങനെ പറയേണ്ടത്? എൻ്റെ സമ്മതത്തോടെ ഇന്നേൽക്കണമെന്ന് പറയാൻ അല്ലാഹു ആണല്ലോ അങ്ങനെ പറയേണ്ടത്. പക്ഷേ അല്ലാഹുവിൻ്റെ അതേ രീതിയിലുള്ള സംസാരമാണെന്ന് തോന്നിപ്പോയി. അതേപോലെ തന്നെ ഉമർറത്തൻ ഖാല അനൽ ഹഖ്, മഹാനായ ഹല്ലാജ് പറഞ്ഞു ഞാൻ ഹഖാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ചില വാക്കുകൾ മഹാന്മാരായ ഔലിയാക്കൾ എന്ന് പറയാറുണ്ട്. ഇത് പല രീതിയിലും പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ചില വാക്കുകളിൽ പിടികൂടി പല വലിയ ഔലിയാക്കളും പല മഹാന്മാരും രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിൽ കൊലപാതകങ്ങൾ നടത്തുകയും അവരെ കൊല ചെയ്യുകയും ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽപ്പെട്ട മഹാനാണ് ഹല്ലാജ് റഹ്മഹുല്ലാ, മഹാനായ ഇമാം ഹുസൈൻ ഹല്ലാജ് റഹ്മഹുല്ലാ. മഹാനായ ശൈഖ് മുഈദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ജനിക്കുന്നതിന്റെ 1.5 നൂറ്റാണ്ട് മുമ്പാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകത്തെ കുറിച്ചാണ് മഹാനായ ശൈഖ് മുഈദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞത്, ഹല്ലാജെ കൊല്ലും നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈപീഡിത്തേനും എന്ന് പറഞ്ഞോവർ. മഹാനായ ഹല്ലാജ് മൻസൂർ ഹല്ലാജ് മഹാനുഭാവൻ കൊല ചെയ്യപ്പെട്ടു. അതിന്റെ കാരണം എന്താണ്? പണ്ഡിതന്മാർ 2 വിഭാഗമായി. ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്, ഇഷ്ടംപോലെ ഇസ്ലാമികമായി ഇസ്ലാമിക ദർശനങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ ഇഷ്ടംപോലെ കിതാബുകൾ എഴുതിയ മഹാനാണ് മഹാനായ മൻസൂർ ഹല്ലാജ്. പക്ഷെ പറഞ്ഞു അനിൽ ഹഖ് എന്ന് പറഞ്ഞു. ഇവരൊക്കെ ചില കാര്യം മഹാന്മാരായ ഔലിയാക്കൾ ദിവ്യ പ്രാമത്തിലും അതുപോലെ തന്നെ അത്യാധുനിക ജീവിതങ്ങളിലും ചിന്തയിലും ഒഴുകിയിട്ട് അവർ സ്വന്തത്തെ തന്നെ മറന്നു പോവുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്, ഫനായിന്റെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. സാധാരണ മനുഷ്യന്മാരിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, ഭ്രാന്തന്മാർ എന്ന് പറയും. അവർക്ക് പറയുന്ന രൂപം എന്താണെന്ന് അറിയില്ല. ഔലിയാക്കളെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ജദ്ബിന്റെ അവസ്ഥയിലെത്തിയവരെന്ന് പറയാറുണ്ട്. അവർക്ക് പിന്നീട് അള്ളയല്ലാതെ മറ്റൊന്നും ഭൂമുഖത്തില്ല, അള്ള മാത്രമാണ് അവർക്കുള്ളത്. അള്ളാഹ് ഇങ്ങോട്ട് ലയിച്ചു, പിന്നെ അവർക്ക് അവർ തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ്. അന എന്ന് പറഞ്ഞാൽ ആരുമല്ല, അള്ളയാണ്. ഈ രീതിയിലാണ് മഹാനായ മൻസൂർ ഹല്ലാജ് അനൽ ഹഖ് എന്ന് പറഞ്ഞത്. ഞാനോ ഇല്ല, ഭൂമുഖമോ ഇല്ല, ആരുമില്ല, ആകാശഭൂമികളൊന്നുമില്ല, അവിടൊക്കെ കാണുന്നത് സർവശക്തനായ അള്ളാഹുവിനെയാണ്. ഇങ്ങനെ കാണുകയാണ് ഇവർ, ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഇവർ പറയുന്നത് അനൽ ഹഖ് എന്നും. പക്ഷേ ശരീഅത്തും തരീഖത്തും തമ്മിൽ അവിടെ ഏറ്റുമുട്ടുകയാണ്. പണ്ഡിതന്മാർ 2 വിഭാഗമായി. ഹല്ലാജിനെ കൊല്ലണമെന്ന് പറഞ്ഞു. അന്ന് മുഖ്തദിർ ബില്ലാഹ് ഭരണം നടത്തുന്ന കാലമാണെന്നും, മഹാന്റെ കാലത്ത് അൽ മുഖ്തദിർ ബില്ലാഹ് അദ്ദേഹം ഭരണം നടത്തുന്ന കാലമാണ്, ഇസ്ലാമിക ഭരണമാണ്. പണ്ഡിതന്മാര് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വാക്ക് തെറ്റാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഔലിയാക്കളുടെ ചില വാക്കുകളും പ്രവൃത്തികളും പല ആളുകൾക്കും അരോചകമായി തോന്നാറുണ്ട്. അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടാറുണ്ട്. അതിൽ കൊല ചെയ്യപ്പെട്ട ഷഹീദാണ് പ്രിയപ്പെട്ട മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ. ആ മഹാനുഭാവൻ അദ്ദേഹത്തെ കൊല ചെയ്തുവെന്ന് മാത്രമല്ല, ഇത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല ചെയ്തത് 1000-ഓളം ചാട്ടവാറടി അടിക്കാനാണ് ആദ്യം നിയോഗിച്ചത്. ഇത് പറഞ്ഞതിന്റെ പേരിലാണ്. അദ്ദേഹം മുർത്തദ്ദായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ. അതിൽ മരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം വന്ന് പിന്മാറുന്നില്ല. അനൽ ഹഖ് എന്ന് പറയാൻ കാരണം മൻസൂർ ഹല്ലാജിന് ഭൂമുഖമില്ല. മൻസൂർ ഹല്ലാജിന് നദികളും പുഴകളും കടലുമില്ല. എല്ലാം അള്ളയാണ്. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അന എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന ഞാനില്ല, അനല്ലാ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ അനയാണ് മഹാനായ ഹല്ലാജ് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുന്ന രൂപം മാറിപ്പോയി എന്ന് മാത്രം. അവസാനം അദ്ദേഹം ഉറച്ചു നിന്നു. 1000 ചാട്ടവാറടി കൊണ്ട് അടിച്ചിട്ട് പോലും മരിച്ചില്ല അദ്ദേഹം. അവസാനം അദ്ദേഹത്തിന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് പിന്നീട് അവസാനം അദ്ദേഹത്തെ ചുട്ട് കരിക്കുകയും ദജ്ല നദീക്കരയിൽ കൊണ്ടുപോയി നദിയിൽ ഒഴിക്കുകയും ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട മഹാനാണ്. ഇതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മഹാനാണ് മഹാനായ മൻസൂർ ഹല്ലാജ് റഹിമഹുല്ലാ. വലിയ തല കുന്തത്തിൽ നാട്ടിക്കൊണ്ടാണ് അന്ന് അതിന് പരിഹാരം ചെയ്തത്. ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട ഷഹീദായ മഹാനായ മൻസൂർ ഹല്ലാജ് അന്ന് കൊല ചെയ്യപ്പെടേണ്ട ആളായിരുന്നില്ല. അതുകൊണ്ടാണ് മഹാനായ ശൈഖ് മുഈദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്നത്, ഹല്ലാജെ കൊല്ലും നാൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈ പീഡിക്കേനും എന്ന് പറഞ്ഞോവർ. അന്ന് അവർ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കൊല്ലരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിക്കുമായിരുന്നു ഞാൻ.
പക്ഷേ ഞാനൊന്നുണ്ടായിരുന്നില്ല. കാരണം മഹാനാ കൊല ചെയ്യുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചവരോട്, നിങ്ങൾ എന്താ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് പോവാൻ, പക്ഷെ എനിക്കൊരാവശ്യമുണ്ട്, എനിക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയം തരണം, 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം തരണം. അങ്ങനെ മഹാനായ ഹല്ലാജിന് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കൊടുക്കുകയാണ്. ഫാത്തിഹ ഓതിന് ശേഷം വിശാലമായ സൂറകളൊന്നും ഓതാതെ അദ്ദേഹം ഓതിയ സൂറത്ത് ഇതാണ്. ഫാത്തിഹയ്ക്ക് ശേഷം മരിക്കാൻ പോവാൻ, കൊല ചെയ്യപ്പെടാൻ വേണ്ടി പോവാൻ മഹാനുഭാവന് 2 റക്അത്ത് നമസ്കരിക്കുവാനുള്ള ചാൻസ് കൊടുത്തിരിക്കുകയാണ്. മുഖ്തറബില്ല എന്ന് പറഞ്ഞ ഭരണാധിപനും ഭരണകൂടവും അദ്ദേഹം നിസ്കരിക്കുകയാണ്. ഫാത്തിഹയ്ക്ക് ശേഷം അദ്ദേഹം ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ പരീക്ഷിക്കും, പല രീതിയിലും പരീക്ഷിക്കും, പക്ഷേ ഫബശ്ശിരിസ് സാബിരീൻ, ക്ഷമയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ഇതാണ് 1ാമത്തെ റക്അത്തിൽ അദ്ദേഹം ഓതിയത്. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ ഓതി. 2ാമത്തെ റക്അത്തിൽ അദ്ദേഹം ഓതിയ ഒറ്റയായത്താണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കാനുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഹല്ലാജ് അത് നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം തീർന്ന് സലാം വീട്ടുന്നത്. നിസ്കരിക്കാൻ സമയത്ത് മുസല്ലയില്ല. മഹാനായ ഇമാം ശിബ്ലി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ശിബ്ലി, എനിക്കൊന്ന് നമസ്കരിക്കാൻ ഒരു മുസല്ല വേണം. ഷിബിലി ബോധരഹിതനാവുകയാണ്. ഇമാം ഷിബിലി ബോധരഹിതനായി വീഴുകയാണ്. അദ്ദേഹം മുസല്ല കൊടുത്ത് ആ മുസല്ലയിലാണ് മഹാനായ ഹല്ലാജ് റഹിമഹുല്ലാഹ് അവസാനത്തെ 2 റക്അത്ത് നമസ്കരിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടം ഒരു വലിയന്റെ സംസാരത്തിൽ വന്ന അപാകത മനസ്സിലാക്കാൻ കഴിയാതെ അവർക്ക് മനസ്സിൽ അപാകതയായി തോന്നിയത് കൊണ്ടാണ് അനൽ ഹഖിലൂടെ ഹുംബിദിനിയിലൂടെ അവർക്ക് തോന്നിയ തെറ്റായ ധാരണയിലൂടെയാണ് കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ശൈഖ് മുഹയ്യിദ്ദീൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാനുള്ള കാരണം. മരിക്കുമ്പോഴേ മഹാനായ ശൈഖുൽ പാടും ലമുസ്ലിമിൻ നഫ്സാലിൽ അഖ്സാമി ലിൽഅസ്ഫാമി തുത്ലിഫുഹാ ഇല്ലാ ലിൽമി ബിഅന്നൽ മൗത യശ്ഫീഹാ. മഹാനായ ഇമാം ഹല്ലാജ് പാടുകയാണ്, എന്റെ ശരീരം ഞാൻ അങ്ങോട്ട് മരണമെന്ന് പറയുന്നത് ശരീരത്തിന് ആശ്വാസം നൽകുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും ചെയ്യാത്തത്. സാവധാനം രോഗം വന്ന് മരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നതും ഇതുകൊണ്ടാണ്. രോഗം വന്ന് സാവകാശം മരിച്ചാൽ മതി, പക്ഷെ ഞാൻ മരണമെന്ന് പറയുന്നത് ഞാൻ അതൊരു വിഷയമായി കാണുന്നില്ല. രോഗങ്ങൾ ഉണ്ടായി, അതിലൂടെ എന്റെ ശരീരത്തെ ഞാൻ അവർക്ക് രോഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. കാരണം എന്താണ്? മരണമെന്ന് പറയുന്നത് പ്രതിവിധിയാണ്. ആ മരണം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു മരണമാണ്. ആ മരണമാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഒറ്റ നോട്ടം ഇതാണ് ഭൂമുഖത്തേക്കാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയാൻ നഫ്സുൽ മുഹിബ്ബി അലൽ ആലാമി സ്വബീറതു ലഅല്ല മുത്ലിഫഹാ യൗമൻ യുദാവിഹാ. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തും ക്ഷമിക്കാനുള്ള സ്ഥൈര്യമുണ്ടാവും. ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ എന്ത് വേണോ അത് മുഴുവനും സഹിക്കും. ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണ്, അതിന്റെ പേരിൽ ഞാൻ സഹിക്കേണ്ടത് മുഴുവനും സഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുഭാവൻ അവിടുന്ന് കൊല ചെയ്യപ്പെടുന്നത്. ദജ്ജിലാ നദിക്കരയിൽ കൊണ്ടുപോയ മൃതശരീരം കത്തിച്ച് വെണ്ണീറാക്കി കൊണ്ടുപോയി ഒഴിക്കുകയാണ്. ദജ്ജിലാ നദിക്കര എന്ന് പറയുന്നത് ചരിത്ര സാക്ഷ്യം വായിച്ച നദിയാണ്. യൂഫ്രട്ടീസ് നദിയാണ്, ടൈഗ്രീസ് നദിയാണത്. ഈ ടൈഗ്രീസ് നദി തീരത്താണ് മഹാനായ ഷെയ്ഖിന്റെ ആ വെണ്ണീറും കൊണ്ടുപോയി അവിടെ കലക്കുന്നത്. ആ നദിയെ കുറിച്ച് കണ്ടാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നത്, അയേ മൗജ ദജ്ജിലാ തൂബി പഹുഞ്ചാനതി ഹെ ഹംകോ അബ് തക് ഹെ തേരാ ദറിയാ അഫ്സാന ഖാൻ ഹമാരാ. മഹാനായ ഇഖ്ബാൽ പറയാൻ എത്ര വലിയ ചരിത്രങ്ങളാണ് ഈ നദീക്കരയിൽ. ദജ്ജിലാ നദീക്കരയിലെ തിരമാലകളെ നിങ്ങൾക്ക് ഞങ്ങളെ പരിചയമുണ്ടോ?
നിങ്ങൾക്ക് എന്തൊക്കെ കാണേണ്ടി വന്നവനാണ്. നിങ്ങളാണ് പല വിഷയങ്ങൾക്കും യൂഫ്രട്ടീസ് നദീതീരമാണ്. ഒരു കാലഘട്ടങ്ങളിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടു. ആ കൊലയാളികൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷമായി വളരെ ക്രൂരമായി ആക്രമിച്ച് ആ രക്തപങ്കിലമായ രക്തവുമായി ഒഴുകേണ്ട ഗതികേട് ഈ യൂഫ്രട്ടീസ് നദിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ യൂഫ്രട്ടീസ് നദിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ എത്ര സംഭവങ്ങളുള്ളത്. അതേപോലെ തന്നെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചതാണ് ദിജ്ല നദിക്കര എന്ന് പറയുന്നത്. ഓളങ്ങൾക്ക് ചരിത്രങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇക്ബാൽ പാടിയത് ഈ സമയം വരെ നിങ്ങളുടെ ഈ കാണുന്ന വിഷയങ്ങളൊക്കെ കഥകളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊക്കെ കേൾക്കാൻ എന്ത് സൗകര്യമായിരുന്നു. ഈ സമയം വരെ ഞങ്ങളുടെ കഥകൾ പറയുകയായിരുന്നു. മുസ്ലിങ്ങളുടെ കഥകൾ പറയുകയായിരുന്നു. തർത്താരികൾ ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ആ നദിയിലാണ്. ഇഷ്ടം പോലെ മുസൽമാന്റെ കഥ പറയാനുള്ള ഒരു നദി ഉണ്ടാവില്ല. അത് ടൈഗ്രീസ് നദിയാണ്. ഈ ടൈഗ്രീസ് നദിയിൽ കൊണ്ടുപോയിക്കൊണ്ടാണ് ഈ മഹാന്റെ ശരീരവും ഈ വെണ്ണീരും കൊണ്ടുപോയി ഒഴുക്കി വിടുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ ചില വർത്തമാനങ്ങൾ ഒരുപക്ഷെ തിരിയണമെന്നില്ല, നമുക്കത് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാക്കാത്ത കുറെ സംഭവങ്ങളില്ലേ. മഹാനായ കരീമുല്ലാഹി മൂസ പ്രവാചകൻ ഖിദർ നബിയുടെ സംസാരം തിരിഞ്ഞില്ലല്ലോ. എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് വന്നതിന് ശേഷം നോദിയതാണത്. ഞാൻ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ല. അവര് പോവാൻ ഒരു കുട്ടിയെ കാണാൻ, കുട്ടിയെ കൊല്ലുകയാണ്. മഹാനായ ഖിദർ നബി ഇത് ചെയ്തപ്പോൾ മൂസാ നബി ചോദിച്ചില്ലേ, എന്തിനാണ് കൊല ചെയ്തതെന്ന് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഈ മഹാൻ ചെയ്തത്, വലിയ ചെയ്തത് അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബിക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചില വാക്കുകൾ അങ്ങനെയാണ്. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചെയ്യുന്ന വാക്കുകൾ, പ്രവൃത്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അമ്പിയാക്കൾക്ക് സാധിക്കില്ല. അത് മൂസാ നബി അതിന് ഉദാഹരണമാണ്. പണ്ഡിതന്മാർക്ക് സാധിക്കില്ല. ഇമാം ഹല്ലാജ് അതിന് ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നിട്ട് കപ്പൽ നശിപ്പിക്കുകയാണ്. ചോദിച്ചു എന്തിനായി നശിപ്പിക്കുന്നത്? അതിനൊന്നും മറുപടി അവസാനം പറഞ്ഞു കൊടുത്തത് ഒരു ചെറിയ കേട് വരുത്തിയത്. അപ്പുറത്ത് നല്ല കപ്പലുകളൊക്കെ പിടികൂടുന്ന രാജാവ് ഇരിക്കുന്നുണ്ട്. അത് കേട് വന്നതാണ്. ഇത് പിടിക്കാതെ പോകും. ഇത് ഈ കുടുംബത്തിന് ജീവിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ചെയ്തത് എന്ന് മഹാനായ മൂസാ നബിയോട് പറഞ്ഞു കൊടുത്തു. മഹാനായ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ കൊന്നത് എന്തിനാണ്? ഓന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഈ കുട്ടി കാണാൻ നശിക്കാനുള്ള കാരണമായി മാറും. ആ കുട്ടി നശിപ്പിക്കാൻ, ആ കുട്ടി കാരണം നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നശിപ്പിച്ചത്. ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്കും ഒരുപക്ഷെ ഒരുപാട് മനസ്സിലാവില്ല. അതേപോലെ തന്നെ പണ്ഡിതന്മാർക്കും ഒരുപക്ഷെ ഔലിയാക്കളുടെ ഈ സംസാരവും ശൈലിയും മനസ്സിലാവില്ല. ഇതാണ് സത്യത്തിൽ ഔലിയാക്കളുടെ ലോകം. ഈ ലോകമാണ് ആ വിഭാഗത്തിൻ്റെത്. അത്യാത്മതയിൽ ലയിച്ചുകൊണ്ട് സ്വന്തത്തെ മറക്കുന്ന ഔലിയാക്കൾ, ആ ഔലിയാക്കളാണ് ഈ നാട്ടിൽ ജീവിച്ചിരുന്നത്. പലരുടെയും സംസാരങ്ങൾ തിരിയാതെ പോയത് അവർക്കൊക്കെ ഉള്ളത് ഉള്ളിൽ അള്ളാഹുവോടുള്ള ആ ഭയഭക്തിയും അള്ളാഹുവോട് ലയിച്ചു ചേരലുമാണ്. ആ മഹബത്തിന്റെ ഇഷ്കിന്റെ കാഠിന്യം കൊണ്ട് ലോകം മറന്നു പോവുകയാണ് അവർ. ഇങ്ങനെയുള്ള ഔലിയാക്കൾ ഈ മഹാന്മാരെ സ്നേഹിക്കുവാനും അവർ കാണിച്ചു തന്ന വഴികൾ, മാതൃകകളുണ്ട്. അതൊക്കെ പിന്തുടരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.